വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാറ്റഗറി നമ്പർ പറയാം. കാരണം 2-3 പേര് കാറ്റഗറി നമ്പറിൻ്റെ കാര്യം പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന കാറ്റഗറി നമ്പർ 074/21 ആണ്. ഇതിൽ തന്നെ ഫൈനൽ ആൻസർ കീ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. പിന്നെ 21 എന്നൊക്കെ പറയുമ്പം അത്യാവശ്യം സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ഒന്നും വരാത്തൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ടായിരിക്കും തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലുള്ള പ്രീവിയസ് വന്നുകൂടാന്നൊന്നുമില്ല. അപ്പോൾ എല്ലാം നമ്മളൊന്ന് നോക്കി വെക്കാം. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത് വർക്കൗട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. വിച്ച് മെത്തേഡ് ഓഫ് സോയിൽ എക്സ്പ്ലോറേഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ ഡെപ്ത് ഓഫ് 3 മീറ്റർ? 3 മീറ്റർ ഡെപ്തിൽ നമ്മൾ ചെയ്യുന്ന സോയിൽ എക്സ്പ്ലോറേഷൻ മെത്തേഡ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ ജസ്റ്റ് ആൻസർ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ അതനുസരിച്ച് എക്സ്പ്ലനേഷൻ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ അധിക എക്സ്പ്ലനേഷനിലോട്ട് പോകുന്നില്ല, ചെറിയ രീതിയിൽ ടച്ച് ചെയ്ത് പോവാം. ഓക്കെ, സോയിൽ എക്സ്പ്ലോറേഷൻ എന്ന് വെച്ചാൽ സബ് സോയിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ബേസ് ചെയ്തിട്ട് വരുന്നത് തന്നെയാണ് സോയിൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. ഇതിൽ 3 മീറ്റർ ഡെപ്ത് വരെ പറയുന്നത് പ്രോബിംഗ് ആണ്. അതുപോലെ ഓപ്പൺ എക്സ്കവേഷൻ മെത്തേഡിനെ ട്രയൽ പിറ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് പിറ്റ് എന്നാണ് പറയുന്നത്. ഒരു 1.5 മീറ്റർ വരെ ആണെങ്കിലാണ് ഓപ്പൺ എക്സ്കവേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ പ്രോബിംഗ് ആണ്. പ്രോബിംഗ് 3 മീറ്റർ ആണ് വരുന്നത്. ഓഗർ ബോറിംഗ് എന്ന് പറയുമ്പം 6 to 8 മീറ്റർ ആണ് നോർമലി വരുന്നത്. അതുപോലെ സോയിലിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ചെറിയ ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാറുണ്ട്. വാഷ് ബോറിംഗ് ആണെങ്കിൽ ഒരു 30 to 45 മീറ്ററിൻ്റെ ഡെപ്തിലായിരിക്കും വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഫൗണ്ടേഷൻ ഇഫ് ദ ഫൗണ്ടേഷൻ ഡെപ്ത് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇറ്റ്സ് വിഡ്ത്ത്? ആൻസർ വരുന്നത് ഷാലോ ഫൗണ്ടേഷനാണ്. ഡെപ്ത് കൂടുതലാണെങ്കിൽ ഇത് ഡീപ്പ് ഫൗണ്ടേഷൻ ആയിരിക്കും. ഷാലോ ഫൗണ്ടേഷൻ്റെ ക്ലാസിഫിക്കേഷൻസ് നന്നായിട്ട് നോക്കുക. ഡീപ്പ് ഫൗണ്ടേഷൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കുക. പിയർ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ കീവേഡായിട്ട് ഫ്ലൈ ഓവറിൻ്റെ കാര്യം വരാം. മേൽപ്പാലമൊക്കെ ചെയ്യത്തില്ലേ, ഫ്ലൈ ഓവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ പിയർ ഫൗണ്ടേഷനാണ്. അതുപോലെ ഈ വാട്ടർ ഉള്ള സ്ഥലത്ത് നമ്മൾ ആ വാട്ടറൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യുന്ന കൺസ്ട്രക്ഷനാണ് വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ ടെമ്പററി സ്ട്രക്ചർ ടു റിമൂവ് വാട്ടർ ആൻഡ് സോയിൽ ഫ്രം ആൻ ഏരിയ and make it possible to carry out the construction work under reasonably dry condition? സോ ആൻസർ വരുന്നത് ശ്രദ്ധിക്കുക. ഇതിൽ നമുക്കൊരു ഹിൻറ്റ് തന്നിട്ടുള്ളത് ടെമ്പററി സ്ട്രക്ചറാണ്. ടെമ്പററി സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് എന്തായിരിക്കും? കോഫർ ഡാം ആണ്. പെർമനൻറ്റ് സ്ട്രക്ചർ എന്നായിരുന്നു എങ്കിൽ അത് കേസൺ വന്നേനെ. വിച്ച് സ്കഫോൾഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ പ്രോപ്പർ ഹാർഡ് ഗ്രൗണ്ട് ഈസ് നോട്ട് അവൈലബിൾ ഫോർ സ്റ്റാൻഡേർഡ്സ് ടു റെസ്റ്റ്? നമ്മൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ, ഇതിൻ്റെ ആൻസർ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ആകെ പറയുന്ന ഒരൊറ്റ പോയിൻ്റ് ഇതാണ്. അതേ സാധനമാണ് ചോദിച്ചേക്കുന്നതും. ഇതൊരു ടൈപ്പ് ഓഫ് സ്കഫോൾഡിംഗ് ആണ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ സ്റ്റാൻഡേർഡ്സിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ഗ്രൗണ്ട് ഇല്ല. സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇരിക്കുന്ന ഒരു വെർട്ടിക്കലിനെയല്ലേ നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ കണക്ട് ചെയ്ത് ഹൊറിസോണ്ടലി മെമ്പർ വരുന്നതിന് നമ്മൾ ലെഡ്ജേഴ്സ് എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡിന് റെസ്റ്റ് ചെയ്യാൻ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് അവൈലബിൾ അല്ല എങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ ഏത് ടൈപ്പ് കൊടുക്കുന്ന കാൻഡിലിവർ സ്കഫോൾഡ് കൊടുക്കുന്നത്. കാൻഡിലിവർ സ്കഫോൾഡിങ്ങിനെ തന്നെ നമ്മൾ നീഡിൽ സ്കഫോൾഡിംഗ് എന്നുകൂടെ പറയാറുണ്ട്. വിച്ച് പ്ലാസ്റ്റർ മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ദ റൂം സൗണ്ട് പ്രൂഫ്? റൂം സൗണ്ട് പ്രൂഫ് ആയിരിക്കാൻ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ ഏത് പ്ലാസ്റ്റർ ആണ് കൊടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാസ്റ്ററിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ വരുന്നത് അക്വസ്റ്റിക് ആണ്. ആൻസർ അക്വസ്റ്റിക് ആണ് വരുന്നത്. അതുപോലെ എക്സ്റേ റൂമിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റർ ബേരിയം പ്ലാസ്റ്റർ ആണ്. മോട്ടാർ എക്സ്റേ ഷീൽഡിംഗ് മോട്ടാറാണ്. ബൾക്ക് ഡെൻസിറ്റി നോക്കി വയ്ക്കുക, ഇസ് ഗ്രേറ്റർ ദാൻ 22 kN/m³. വാട്ട് ഈസ് ദ ഡിഫക്റ്റ് ഇൻ പെയിൻറ്റിംഗ് സീൻ ആസ് ഗ്ലോസി പാച്ചസ്? പെയിൻറ്റ് ചെയ്യുന്ന സർഫസിൽ ഗ്ലോസി പാച്ചസ് വരുവാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് ഡിഫക്റ്റ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലാഷിംഗ് ആണ്. ഗ്ലോസി പാച്ചസ് ആണെങ്കിൽ ഫ്ലാഷിംഗ്. ദ മാസണറി ഹാസ് റെഗുലർ സ്റ്റോൺസ് ഓഫ് സ്ക്വയർ ഓർ റെക്ടാങ്കുലർ ഷേപ്പ് വിത്ത് ആക്യുറേറ്റ് ബെഡ് ജോയിൻറ്റ്സ്. കറക്റ്റ് സ്ക്വയർ റെക്ടാങ്കിൾ ഷേപ്പ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോൺസിന് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട, ഇതിൽ സി മാത്രമേ ഉള്ളൂ, ആഷ്ലർ ഫൈൻ മേസണറി. ബാക്കിയുള്ളതെല്ലാം നമ്മൾ കോറിയിൽ നിന്ന് എടുത്തിട്ട് ചെറിയ ചിസലോ ഹാമറോ കൊണ്ടുള്ള ചെറിയ വ്യത്യാസത്തിലായിരിക്കും കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോൺ മേസണറി മെയിൻ 2 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. ആഷ്ലർ മേസണറിയും ഉണ്ട്, അതുപോലെ റബിൾ മേസണറിയും ഉണ്ട്. ബാക്കി ABD എന്ന് പറയുന്നത് റബിൾ മേസണറിയും, സി മാത്രമാണ് ആഷ്ലറിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. വിച്ച് ബോണ്ട് കൺസിസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്? ഓൾട്ടർനേറ്റ് കോഴ്സസിലാണ് ഹെഡറും സ്ട്രക്ചറും വരുന്നതെങ്കിൽ ആൻസർ വരുന്നത് ഇംഗ്ലീഷ് ബോണ്ടാണ്. സെയിം കോഴ്സിൽ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും വരുന്നതെങ്കിൽ അത് നമുക്ക് ഫ്ലെമിഷ് എന്ന് പറയാമായിരുന്നു. വിച്ച് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഈസ് റെക്കമെൻഡഡ് ഫോർ ബ്ലാക്ക് കോട്ടൺ സോയിൽ? സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അണ്ടർ റീംഡ് പൈൽ ഫൗണ്ടേഷൻ ആണ്. അണ്ടർ റീംഡ് പൈൽ ഫൗണ്ടേഷൻ. Which pile is used to protect waterfront structures against impact from ship or floating object?
ആൻസർ ഫെൻഡർ പൈലാണ്. അതുപോലെ ഒരു ക്ലസ്റ്റർ ഓഫ് പൈൽസിൻ്റെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഡോൾഫിൻ പൈൽ പറയാമായിരുന്നു. ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആൻഡ് ഹൊറിസോണ്ടൽ എന്നൊക്കെ പറഞ്ഞാൽ ബാറ്റർ പൈൽസ് പറയാം. അപ്ലിഫ്റ്റ് പ്രഷറിനെ കുറിച്ച് പറഞ്ഞാൽ ടെൻഷൻ പൈൽസ് പറയാം. ഒരു സ്ട്രക്ചറിനെ ആങ്കർ ഡൗൺ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ആങ്കർ പൈൽസും യൂസ് ചെയ്യാറുണ്ട്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ജിപ്സം ആഡഡ് ഇൻ മാനുഫാക്ചർ ഓഫ് സിമെൻ്റ് ആണ്? 3 to 4% ആണ് വരുന്നത്. 3 to 4%. വാട്ട് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മാർബിൾ? താഴെ തന്നിരിക്കുന്നതിൽ മാർബിളിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, മെറ്റാമോർഫിക് റോക്കാണ്. ഏതിൽ നിന്നാണ് മെറ്റാമോർഫിക് റോക്ക് വരുന്നത്? സെഡിമെൻ്ററി റോക്കായിട്ടുള്ള ലൈം സ്റ്റോണിൽ മെറ്റാമോർഫിക് ആക്ഷൻസ് സംഭവിച്ചിട്ടാണ് മാർബിൾസ് ഫോം ചെയ്യുന്നത്. The presence of moisture in sand increases the volume of sand is called എന്താണ്? യഥാർത്ഥം പറഞ്ഞാൽ ബൾക്കിംഗ് എന്നാണ് പറയുന്നത്, ബൗൾക്കിംഗ് എന്നല്ല, ബൾക്കിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ബൾക്കിംഗ് ആണ്. അപ്പോൾ ഇതിൽ സി ആണ് ആൻസർ കൊടുക്കുന്നത്. 14. The timber which is fully or partially covered with resin is known as impreg timber. Dash defect is indicated by white decayed spots which are concealed by healthy wood. Drexiness ആണ് വരുന്നത്. പൂർ വെന്റിലേഷനും ഓവർ മെച്യൂരിറ്റിയും കാരണം ഒരു റെഡ് അല്ലെങ്കിൽ യെല്ലോ കളറിലോട്ടൊക്കെ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അത് ഫോക്സിനസ് ആയിരിക്കും. നോട്ട് എന്ന് പറയുമ്പോൾ ബ്രാഞ്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ സ്റ്റോർ ചെയ്യുന്ന ന്യൂട്രിയൻസ് എല്ലാം അവിടെ ഡെപ്പോസിറ്റഡ് ആയിട്ട് ഒരു ബ്രൗൺ കളറിൽ ഒരു റൗണ്ടഡ് സർഫസ് വരികയാണെങ്കിൽ അതിന് നമുക്ക് നോട്ട് എന്ന് പറയാം. ഡെഡ് വുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി കാണുന്നതാണ്, ഒരു തലയില്ലാത്ത തെങ്ങെന്നൊക്കെ, മണ്ടയില്ലാത്ത തെങ്ങെന്ന് പറയത്തില്ലേ, ആ സാധനമാണ് ഡെഡ് വുഡ് എന്ന് പറയുന്നത്. What is the process in manufacturing of brick if the clay is made loose and any ingredient to be added to it? വാട്ടറിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് ആൻസർ വരുന്നത് ബ്ലെൻഡിങ് ആണ്. The term dash is used to indicate fine earthenware which white, thin and semi-transparent. അവിടുത്തെ കീവേഡ്സ് അതാണ്, വൈറ്റ്, തിൻ ആൻഡ് സെമി ട്രാൻസ്പെറൻറ്റ്. ആൻസർ ഏതായിരിക്കും വരുന്നത്? പോർസലിൻ. The dash mixing given green color to ordinary cement. സിമെൻറ്റിന് കളർ കൊടുക്കുന്നത് ആരാണ്? അയൺ ഓക്സൈഡ് ആണ്. ബ്രിക്കിനാണെങ്കിൽ റെഡ് കളർ അയൺ ഓക്സൈഡും യെല്ലോ ടിൻ്റ് എന്ന് പറയുന്നത് മെഗ്നീഷ്യം ആയിരിക്കും കൊടുക്കുന്നത്. ഇൻ ദ ഫോളോയിങ് വിച്ച് ടൈപ്പ് ഓഫ് സിമെൻറ്റ്സ് യൂസ്ഡ് മറൈൻ കൺസ്ട്രക്ഷൻ? ശ്രദ്ധിക്കുക, നോർമലി നമ്മൾ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻ്റ് എന്നാണ് പഠിക്കുന്നത്, പക്ഷേ പൊസലോണ ഉണ്ടെങ്കിൽ ആൻസർ വരുന്നത് പൊസലോണ സിമെൻ്റ് ആണ്. Dash is the chemical most commonly used in accelerators admixtures especially for non-reinforced concrete. നമ്മൾ അഡ്മിക്സ്റ്റേഴ്സ് പഠിക്കുമ്പോൾ ആക്സിലറേറ്റിംഗ് അഡ്മിക്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾ പഠിക്കുന്നതാണിത്, കാൽസ്യം ക്ലോറൈഡ്. What is the ratio between the area of crop irrigated and the quantity of water required during entire period of growth ആണ്? സോ ആൻസർ വരുന്നത് ഡ്യൂട്ടി ആണ്. കാരണം ഏരിയ ബൈ ഡിസ്ചാർജ് എന്നുള്ള രീതിക്കാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ റേഷ്യോ ആണ്, അത് ഡ്യൂട്ടി ആയിരിക്കും വരുന്നത്. അതുപോലെ വോളിയം ബൈ ഏരിയയുടെ റേഷ്യോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഡെൽറ്റ വന്നേനെ. ദ പ്രോസസ് ഓഫ് ലൂസിങ് വാട്ടർ ഫ്രം ദ ലീവ്സ് ഓഫ് പ്ലാന്റ്സ് ഈസ് ടേംഡ് ആസ്, കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതാണ്, നമ്മുടെ ലീവ്സിൽ നിന്ന് വാട്ടർ ലൂസായി പോകുന്നതിന് എന്തെന്നാണ് നമ്മൾ പറയുന്നത്? ട്രാൻസ്പിറേഷൻ. 22C. എ ഡൈവേർഷൻ ഹെഡ് വർക്ക് ഈസ് കൺസ്ട്രക്റ്റഡ്. എന്തിനാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത്? റൈസ് വാട്ടർ ലെവൽ അറ്റ് ദ ഹെഡ് ഓഫ് ദി കനാൽ. കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. റെഗുലേറ്റ് ദ ഇൻടേക്ക് ഓഫ് വാട്ടർ ഇൻ ടു കനാൽ. അതും കറക്റ്റാണ്. റെഡ്യൂസ് ഫ്ലക്ച്വേഷൻസ് ഇൻ സപ്ലൈ ലെവൽ ഓഫ് ദ റിവർ. അതും കറക്റ്റാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. എ മാനോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ. ഇപ്പോഴത്തെ സിലബസിൽ ഹൈഡ്രോളിക്സ് പറഞ്ഞിട്ടില്ല. സോ മാനോമീറ്റർ പ്രഷറിൻ്റെ ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ അതിലെ 2 പോയിൻറ്റ്സിലുള്ള പ്രഷർ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇന്നെ ഡാഷ് ദി കനാൽസ് ടേക്കൺസ് ബിലോ ദി ഡ്രെയിനേജ് ആൻഡ് ഫ്ലോ ഇൻ ദ കനാൽ ഈസ് ഓപ്പൺ. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വേണം വായിക്കേണ്ടത്. കനാൽ ഈസ് ടേക്കൺ ബിലോ ദ ഡ്രെയിനേജ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ വരുന്നത് സൂപ്പർ പാസേജ് ആണ്. The function of a dash is similar to that of weir, but the heading up of water is affected by the gates alone. No solid obstructions is put across the river. ഇതിൽ ഡൗട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ഗേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സോൾഡ് ഒബ്സ്ട്രക്ഷൻസ് ഒന്നുമില്ല, റിവറിന് കുറുകെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻസർ എന്താണ് വരുന്നത്? ബാരേജ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് വാട്ടറിങ് ബിഫോർ സോയിങ്? പാലിയോ ഇറിഗേഷൻ. ഇനി ഒരു പ്ലാന്റിന് ഫ്യൂ സെൻറ്റിമീറ്റർ ഗ്രോ ചെയ്തിട്ടാണ് ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കുന്നതെങ്കിൽ അതിനെ കോർ വാട്ടറിങ് എന്ന് പറയാം. വിച്ച് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആവറേജ് റെയിൻഫോൾ ബിറ്റ്വീൻ റെയിൻഫോൾ എക്സസ്. ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് പോയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ചാർജ് ടൈം ചോദിച്ചാൽ നമുക്ക് എന്തെന്ന് പറയാം? ഹൈഡ്രോഗ്രാഫ് എന്ന് പറയാം. അതുകൂടെ ഒന്ന് ഓർത്തിരുന്നോ. വിച്ച് ഈസ് കോൾഡ് സേഫ്റ്റി വാൽവ് ഓഫ് ഡാം. സേഫ്റ്റി വാൽവ് ഓഫ് ഡാം എന്ന് പറയുന്ന ആരെയാണ്? സ്പിൽവേ ആണ് നമ്മൾ പറയുന്നത്. വാട്ട് ഈസ് ദ ടൈം ബിറ്റ്വീൻ ഫസ്റ്റ് വാട്ടറിങ് ഓഫ് എ ക്രോപ്പ്
ഓൺ സോയിങ് ടു ഇറ്റ്സ് ലാസ്റ്റ് വാട്ടറിങ് ബിഫോർ ഹാർവസ്റ്റിംഗ്. ആരെയാണ് പറയുന്നത് ഇത്? ഈ ഒരു സെൻറ്റൻസ് സ്ഥിരമുള്ളതാണ്, അല്ലെങ്കിൽ ഇറിഗേഷനിൽ നിന്ന് ക്രോപ്പ് പീരീഡോ ബേസ് പീരീഡോ ഒക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഡ്യൂട്ടി ഡെൽറ്റയ്ക്ക്. അപ്പോൾ ബേസ് പീരീഡാണ് ആൻസർ. ഇനി ഒരു സോ ചെയ്യുന്നത് മുതൽ ഹാർവസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള ടോട്ടൽ പീരീഡ് ആയിരുന്നെങ്കിൽ ക്രോപ്പ് പീരീഡ് ആയിരിക്കുമായിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വാട്ടറിങ് എന്ന് പറയുന്നത് ഓഫ് എ ക്രോപ്പ് ഓൺ സോയിങ്ങിനും ലാസ്റ്റ് വാട്ടറിങ് എന്ന് വെച്ചാൽ ഹാർവസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്നും പറഞ്ഞിട്ടുണ്ട്. ബേസ് പീരീഡാണ്. അടുത്ത്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മെഷറിംഗ് റെയിൻഫോൾ? നോർമലി മില്ലിമീറ്റർ ആണ്. മില്ലിമീറ്റർ നമുക്ക് ഓപ്ഷൻ ഇല്ലെങ്കിൽ സെൻറ്റിമീറ്റർ എഴുതാം. വിച്ച് എലമെൻറ്റ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് റെഡ്യൂസ് വാട്ടർ ഹാമർ പ്രഷർ ഫോംഡ് ഇൻ ദ പെൻസ്റ്റോക്ക്? പെൻസ്റ്റോക്കിൽ ഫോം ചെയ്യുന്ന വാട്ടർ ഹാമർ പ്രഷറിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ആരെന്നാണ്? സർജ് ടാങ്ക്. വിച്ച് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ഡൈവേർഷൻ ഹെഡ് വർക്ക് ടു സ്കോർ എവേ സിൽറ്റ് ഡെപ്പോസിറ്റ്? ഡൈവേർഷൻ ഹെഡ് വർക്കിൽ ആ സ്കോർ എവേ സിൽറ്റ് ഡെപ്പോസിറ്റഡ് ആണ് ചോദിക്കുന്നത്. ഡൈവേർഷൻ ഹെഡ് വർക്കിൽ നമ്മൾ സിൽറ്റിന് വേണ്ടി ചെയ്യുന്നത് അണ്ടർസ് ലൂയിസസ് ആണ്. ഈ അണ്ടർസ് ലൂയിസസിൽ ഗേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സിൽറ്റ് നിറയുന്ന സമയത്ത് അതങ്ങ് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ ആ സിൽറ്റ് എല്ലാം പുറത്ത് പോകും. വിച്ച് കനാൽ ഈസ് കൺസ്ട്രക്റ്റഡ് ടു ഫീഡ് 2 or more കനാൽസ്? അത് ഫീഡർ കനാലാണ്. The property of a liquid which offers resistance to the movement of one layer over another adjacent layer of liquid. നമ്മൾ ഹൈഡ്രോളിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളാണ്. ലെയേഴ്സിൻ്റെ ഇടയിൽ വരുന്നത് വിസ്കോസിറ്റി ആണ്. ഡാഷ് റെഫേഴ്സ് ടു എ സ്ട്രക്ചർ ആൻഡ് യൂസിങ് പ്രോസസ് ദാറ്റ് ഈസ് എൻവയോൺമെൻ്റലി റെസ്പോൺസിബിൾ ആൻഡ് റിസോഴ്സ് എഫിഷ്യൻറ്റ് ത്രൂ ഔട്ട് എ ബിൽഡിങ്സ് ലൈഫ് സൈക്കിൾ. ഏതാണ് വരുന്നത്? ഗ്രീൻ ബിൽഡിംഗ് ആണ് വരുന്നത്. ഇനിയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഗ്രീൻ ബെൽറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് നോക്കി വെച്ചേക്കാം. സിലബസിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടേക്കാം. ഡാഷ് ഏരിയ മീൻസ് യൂസബിൾ ഫ്ലോർ ഏരിയ എക്സ്ക്ലൂഡിങ് സ്റ്റെയർകേസ് ലിഫ്റ്റ് വാൾ. യൂസബിൾ ഫ്ലോർ അല്ലെങ്കിൽ യൂസബിൾ ഏരിയ, ലിറ്റബിൾ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ആൻസർ എന്താണ്? കാർപ്പറ്റ് ഏരിയ ആണ് വരുന്നത്. എ ബിൽഡിംഗ് ഹൂസ് റൂഫ്സ് ആൻഡ് വാൾസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനി അതർ ബിൽഡിംഗ് വിത്ത് ഓപ്പൺ സ്പേസസ് ഓൺ ഓൾ സൈഡ്സ് ആർ സ്പെസിഫൈഡ്. ഒരു സൈഡുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നില്ല, എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിനെ നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡിറ്റാച്ച്ഡ് ബിൽഡിംഗ്. എ ലെവൽ ഇൻ്റർമീഡിയറ്റ് ഫ്ലോർ ഇൻ എനി സ്റ്റോറി ഓവർഹാങ്ങിങ് ആൻഡ് ഓവർലുക്കിംഗ് എ ഫ്ലോർ ബിനീത്ത്. ഇതിൽ ഏത് ഫ്ലോർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? എപ്പോഴും പഠിക്കുന്നത് തന്നെ മെസേനിയൻ ഫ്ലോർ ആണ്. അതിന് നമ്മളൊരു ഫ്ലോർ ആയിട്ടൊന്നും കണക്കാക്കിയിട്ടില്ല. നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് മെസേനിയൻ ഫ്ലോറിൻ്റെ ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 2.2 ആയിരിക്കും വരുന്നത്. ഓക്കെ, സ്ഥിരമായിട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആണ് മെസേനിയൻ ഫ്ലോറിൻ്റെ. ആസ് പെർ NBC ദ സൈറ്റ് പ്ലാൻ ഷോൾ ബി ഡ്രോൺ ടു സ്കെയിൽ ഓഫ് നോട്ട് ലെസ് ദാൻ ഡാഷ് പ്രൊവൈഡഡ് ദാറ്റ് വൺ സർക്കംസ്റ്റൻസസ് ഏരിയാസ് സച്ച് ആസ് ടു മേക്ക് എ സ്മോളർ സ്കെയിൽ നെസസറി ഓർ സഫിഷ്യൻറ്റ്. കറക്റ്റ് ആൻസർ ഇപ്പം ഫൈനൽ കീയിലുള്ള ആൻസർ ഞാൻ ആദ്യം പറയാം. 1:400 ആണ്. ഇനി ഈ 1:400 നോർമലി ബൈലാസിൽ KMBR പ്രകാരമാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ NBCന്ന് ഇവർ യഥാർത്ഥം പറഞ്ഞാൽ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. NBCയിൽ നമ്മൾ 2 വാല്യൂസാണ് പഠിക്കുന്നത്, 1:500 1:1000. അപ്പോൾ 500 എന്ന് പറയുമ്പോൾ 1 ഹെക്ടറിനേക്കാളും കുറവാണെങ്കിൽ നമ്മളവിടെ 1:500 സൈറ്റ് പ്ലാൻ വരയ്ക്കും. 1 ഹെക്ടറിനേക്കാളും കൂടുതലാണ് എങ്കിൽ നമ്മളവിടെ 1:1000 വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ KMBRലെ വാല്യൂ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് 1:400. The distance between any accessible part of the building and the electric supply mains should be between dash horizontally. ആൻസർ വരുന്നത് 1.2 മീറ്റർ ടു 2 മീറ്റർ. നമുക്ക് 1.2 മീറ്റർ എന്ന് പറഞ്ഞാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഹൊറിസോണ്ടലി ആണ്. വെർട്ടിക്കലി ആണെങ്കിൽ 2.5 മീറ്റർ ആണ് വരുന്നത്. ദ ഏരിയ ഓഫ് ബാത്റൂം ഷോൾ നോട്ട് ബി ലെസ് ദാൻ. ഇത് പ്രീവിയസ് മുന്നേയും കണ്ടിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ഏരിയ എത്രയിൽ കുറയാൻ പാടില്ല? 1.5 മീറ്റർ സ്ക്വയറിനേക്കാളും കുറയാൻ പാടില്ല. വാട്ടർ ക്ലോസറ്റ് ആണെങ്കിൽ 1.1 ആണ് വരുന്നത്. NBC പ്രകാരം രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ 2.8 ആണ് വരുന്നത്. ഓക്കെ, ഡാഷ് എസ്റ്റിമേറ്റ് ഈസ് ആൻ അപ്രോക്സിമേറ്റ് ആൻഡ് ഈസ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിക്സ് ഓഫ് ക്യൂബിക് കണ്ടൻറ്റ്. നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ തന്നെ തന്നിട്ടുണ്ട് ക്യൂബിക് കണ്ടൻറ്റ്, ക്യൂബിക് റേറ്റ് ആണ്. ദ മെത്തേഡ് ഓഫ് ഡിറ്റർമിനിങ് the rate of an item considering the cost of materials, cost of labor, hire of tools and plants, supervision charges or overhead charges, contractors profit etc. ഇതെല്ലാം വരുന്നത് എന്തിലാണ്? റേറ്റ് അനാലിസിസിലാണ് വരുന്നത്. ഡാഷ് ഈസ് ദ വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരീഡ് വിത്തൗട്ട് ബീയിങ് ഡിസ്മാൻഡിൽ. ഡിസ്മാൻഡിൽ ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ ആ വാല്യൂവിനെ നമ്മൾ എന്തെന്ന് പറയും? സാൽവേജ് വാല്യൂ എന്ന് പറയും. ഇനി ഡിസ്മാൻഡിൽ ചെയ്തിട്ടാണെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ. ടോട്ടൽ കോസ്റ്റിൻ്റെ ഒരു 10% സ്ക്രാപ്പ് വാല്യൂ വരുന്നത്.
ഡാഷ് ഈസ് ദ ആനുവൽ പീരിയോഡിക് പേയ്മെൻറ്റ് ഫോർ റീപേയ്മെൻറ്റ് ഓഫ് ദ ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ എ പാർട്ടി. ശ്രദ്ധിക്കുക, ഇതും സ്ഥിരം നമ്മളിപ്പം ചെയ്തതിൽ മിക്ക ക്വസ്റ്റ്യനിൽ ഇതുണ്ടായിരുന്നു. ആനുവൽ പീരിയോഡിക് പേയ്മെൻറ്റ് ഓഫ് റീപേയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആനുറ്റി ആണ്. ആനുറ്റി. The arrangement of doors and windows in external walls of a building which the occupants to receive and enjoy nature's gift as sunshine, breeze and the beauty of landscapes and the same time protecting inmates from the effects. Arrangements of door and window എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് നമ്മൾ പഠിക്കുന്നത്? ആസ്പെക്ട്സ് ആണ്. നമ്മുടെ എലിവേഷൻ അല്ലെങ്കിൽ ഔട്ട്സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ അത് പ്രോസ്പെക്റ്റ് ആണ്. സാനിറ്റേഷൻ, ബാത്റൂം, മറ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ റിലേറ്റ് ചെയ്ത് വരുന്നത് സാനിറ്റേഷൻ. ഒരു റൂമിന് മെയിനായിട്ട് യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് റൂമിനസ്. പ്ലേസിംഗ് ഓഫ് ഡിഫറൻറ്റ് യൂണിറ്റ്സ് ഓഫ് ബിൽഡിംഗ് വിത്ത് റെസ്പെക്ട് ടു സൺ പ്രിവൈലിംഗ് വിൻഡ് ഡയറക്ഷൻ, റെയിൻ ആൻഡ് ടോപ്പോഗ്രഫി ഓഫ് ദ ലൊക്കാലിറ്റി ഈസ് കോൾഡ്. ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആ ഒരു വീട് വയ്ക്കുമ്പോൾ ഉള്ള ആ ഒരു ബിൽഡിങ്ങിൻ്റെ യൂണിറ്റ്സ് നമ്മൾ വയ്ക്കുമ്പോൾ ആ സണ്ണിൻ്റെത്, വിൻഡിൻ്റെ ഡയറക്ഷൻ, റെയിന്, ടോപ്പോഗ്രഫി ഇതെല്ലാം ബേസ് ചെയ്ത് നമ്മളത് ബിൽഡിംഗ് സെറ്റ് ചെയ്യുന്നത് ഓറിയൻറ്റേഷൻ എന്നാണ് പറയുന്നത്. ഓറിയൻറ്റേഷൻ. അടുത്ത് പറയുന്നത് വാട്ട് ഈസ് ദ നെയിം ഓഫ് ഹൊറിസോണ്ടലി സ്ലൈസ്ഡ് ബിൽഡിംഗ് വ്യൂഡ് ഫ്രം ടോപ്പ്. ഹൊറിസോണ്ടലി നമ്മളിതിനെ സ്ലൈസ് ചെയ്തിട്ട് മോളിൽ നിന്ന് നോക്കുകയാണ്. എന്ന് വെച്ചാൽ ഹൊറിസോണ്ടലി സെക്ഷൻ കട്ട് ചെയ്തിട്ട് മോളിൽ നിന്ന് നോക്കിയാൽ ആ ടോപ്പ് വ്യൂവിനെ നമ്മൾ പറയുന്ന പേര് പ്ലാൻ. നമ്മൾ ആ ടോപ്പ് വ്യൂവിന് പറയുന്ന പേര് പ്ലാൻ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് FSI? FSIയുടെ ഫുൾ ഫോം എന്താണ്? ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്. ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്.